എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത്? എവിടെയെല്ലാമാണ് ജനങ്ങളെ ഈ ഗവൺമെന്റ് ദുരിതത്തിലാക്കിയത്? അവിടെ നിന്നെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് UDF വരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു അഭിമാനത്തോടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് മാനിഫെസ്റ്റോ എന്ന ഒരു വിശ്വാസ്യതയില്ലാത്ത പ്രഖ്യാപനമല്ല, കൃത്യമായ തയ്യാറാക്കിയ കഠിനാധ്വാനം നടത്തി ഗവേഷണതുല്യമായ പ്രവർത്തനങ്ങൾ നടത്തി തയ്യാറാക്കിയ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. വെറുതെ അല്ല പുതുയുഗ യാത്ര എന്ന് പേരിട്ടത്. കേരളത്തിലൊരു പുതുയുഗത്തിന് നമ്മൾ തുടക്കം കുറിക്കും. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ ഗവൺമെന്റ് തകർത്തെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയെ UDF പുനർജനിപ്പിക്കും. മികച്ച ഫിനാൻസ് മാനേജ്മെന്റിലൂടെ, ഏറ്റവും ആധുനികമായ ടാക്സ് അഡ്മിനിസ്ട്രേഷനിലൂടെ ഖജനാവിന്റെ ചോർച്ച തടഞ്ഞുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഷൂട്ടപ്പ് ചെയ്ത് ഇപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിലെ ഖജനാവ് നമ്മൾ നിറയ്ക്കുക തന്നെ ചെയ്യും. ആ പണം കൊണ്ട് പാവപ്പെട്ടവന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പി അവന്റെ സങ്കടങ്ങൾ മാറ്റി അവന്റെ ജീവിത നിലവാരം ഉയർത്താനും കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാനുമുള്ള പദ്ധതികൾ UDFന്റെ കയ്യിലുണ്ട്.